ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വരാൻ പോകുന്ന ഒരു സെയിൽ വീഡിയോയുടെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കൂടാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പെറ്റൂണിയയുടെ സെയിലൊക്കെ ജനുവരി തൊട്ട് ആരംഭിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ചൊക്കെ പ്ലാന്റുകളൊക്കെ ആയിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ പറിച്ച് മാറ്റി നട്ട് ഒരു സെയിൽ കഴിയുമ്പോൾ അടുത്ത സെയിലിലേക്ക് പാകത്തിന് അങ്ങനെ പെറ്റൂണിയയുടെ പ്ലാന്റുകളൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട് വരുവാണ്. നമ്മുടെ ഒരു അംബിഷൻ പോലെ തന്നെ പെറ്റൂണിയയുടെ നമ്മുടെ ഒരു അത്യാവശ്യം വലിയൊരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിൽ മിക്കവാറും, അതായത് ഈ കഴിഞ്ഞ വർഷം കൂടുതലും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകളൊക്കെ കുറേയധികം നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമുക്ക് സെയിലിന് പ്ലാന്റുകളും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. ഇനി മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ പോസ്റ്റ് ഇടത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ കുറേ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ പറിച്ച് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോസിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. അപ്പം എന്നാൽ മാത്രമാണ് സെയിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സെയിൽ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെറ്റൂണിയകളൊക്കെ സ്വന്തമാക്കാനും പറ്റും. പെറ്റൂണിയ ചെടികൾ എപ്പോഴും നമ്മൾ സെയിലിന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഒരു ലെവലിലുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് കുറേ ഇതൊക്കെ നമുക്കറിയാം ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്നുള്ളത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ. പല വെറൈറ്റികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള, ഏതായാലും നോർമലി കാണുന്ന ഒരു സൈസിലുള്ള പെറ്റൂണിയ ആയിരിക്കത്തില്ല. അപ്പോൾ അത് ഞാൻ എന്തായാലും ഉറപ്പ് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും കേട്ടോ. അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.